ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ മലയാളി പെൺകുട്ടികളൊക്കെ അടുത്ത ജില്ലയിൽ തന്നെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്ത് സാക്ഷാൽ ആറ്റം ബോംബിൻ്റെ പിതാവായ ഓപ്പൺ ഹൈമർ ഇൻവൈറ്റ് ചെയ്ത് US പോയി പഠിച്ച ഒരു തൃശ്ശൂരുകാരി മലയാളി പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾക്കറിയോ? നമുക്കെന്ന കഥ ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ നായികയുടെ പേര് TK രാധ എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗ്രാമത്തിൽ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച TK രാധ പഠിത്തത്തിൽ വളരെയധികം മികവ് കാണിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വലിയൊരു ചാലഞ്ചായിരുന്ന ആ കാലത്തും രാധയുടെ മാതാപിതാക്കൾ പഠിത്തത്തിൻ്റെ മികവിൽ രാധയെ പ്രസിഡൻസി കോളേജിൽ മദ്രാസിൽ ഹയർ സ്റ്റഡീസിന് അയക്കുകയുണ്ടായി. പ്രസിഡൻസി കോളേജിൽ നിന്ന് ഗോൾഡ് മെഡലോടുകൂടി പാസ്സായ രാധ തൻ്റെ PhDക്ക് തിരഞ്ഞെടുത്തത് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ള ഏരിയയായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ ശൈശവ ദിശയിലുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുക മാത്രമല്ല 14ഓളം റിസർച്ച് പേപ്പറുകൾ അന്ന് രാധ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. രാധയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സാക്ഷാൽ ഓപ്പൺ ഹൈമർ 1965 തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഒരു മെമ്പർ ആവാൻ രാധയെ ക്ഷണിക്കുകയും രാധ സ്വന്തം കാശിൽ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷമുള്ള ഒരു വിവരണത്തിൽ പറയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഹൈമറുമായിട്ട് സംസാരിച്ചപ്പോൾ തൻ്റെ ചിലവിലാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഓപ്പൺ ഹൈമർ സ്പെഷ്യലായിട്ട് ഇടപെട്ടിട്ട് ആ പ്ലെയിൻ ടിക്കറ്റിൻ്റെ പൈസ റീഇംബേഴ്സ് ചെയ്യിച്ചു എന്ന് ഇവർ പറയുന്നുണ്ട്. അവിടെ ഏകദേശം 1 വർഷത്തോളം പ്രവർത്തിച്ച രാധ അന്നത്തെ ഫിസിക്സിലെ അധികായന്മാരെയൊക്കെ അവിടെ മീറ്റ് ചെയ്തു. മാത്രമല്ല ഓപ്പൺ ഹൈമറുമായിട്ട് ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ വിധിയുടെ പ്ലാനുകൾ വേറൊന്നായിരുന്നു. 1966 വേമ്പു ഗൗരിശങ്കറുമായിട്ട് രാധ വിവാഹം കഴിക്കുകയാണ്. അതിനുശേഷം പേര് മാറി കാനഡയിൽ സെറ്റിലാവുകയാണ്. പിന്നെ കുട്ടികളുടെ ജനനം, അവരെ നോക്കൽ, ഇതെല്ലാമായിട്ട് രാധ റിസർച്ചിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ പതുക്കെ ചരിത്രം രാധയെ മറന്നു പോവുകയാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലേക്ക് രാധ തിരിച്ചു വരികയാണ്. ഒരുപാട് റിസർച്ച് പേപ്പറുകൾ ഓഥർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല YMCAയുടെ വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് 2014 റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്തു. ശ്രീമതി രാധയെക്കുറിച്ചിട്ട് ഈ റീല് കാണുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇന്ന് 1-2 ഇൻസ്റ്റാ റീല് കൊണ്ട് ഓവർനൈറ്റ് സെൻസേഷൻ ആവുന്ന മോഡേൺ ഡേയിൽ ശ്രീമതി രാധയെപ്പോലുള്ളവർ ചരിത്രത്തിൻ്റെ ഏടുകളിൽ പിന്തള്ളപ്പെട്ടു പോയതിൽ യാതൊരു അത്ഭുതവുമില്ല. ശ്രീമതി രാധ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആൻഡ് ദിസ് റീൽ ഇസ് എ ട്രിബ്യൂട്ട് ടു ഹെർ അൺവേവറിംഗ് പാഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ടുവേർഡ്സ് സയൻസ്.